ഇന്ന് നമുക്ക് അതിഥിയെ എത്തിയിട്ടുള്ളത് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ. ടീച്ചറിനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട വിവരമൊന്നും തോന്നുന്നില്ല. എന്തായാലും നേരെ ചോദ്യത്തിലേക്ക് പോവുക. ടീച്ചർ, ഇന്ന് നിലമ്പൂർ രാഷ്ട്രീയ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചിട്ടുണ്ട്. എം സ്വരാജ് ജയിക്കുമെന്നൊരു പ്രതീക്ഷ എല്ലാവരും ഉണ്ടായിരുന്നു. ടീച്ചർ, ഇവിടെ ഞങ്ങൾക്കുള്ള ഒരു സംശയം, കേരളത്തിലെ 140ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഒരു ഹിന്ദു നാമധാരി അവിടെ സ്ഥാനാർത്ഥിയായി നിന്നാൽ ജയിക്കില്ല എന്നുള്ളതിന്റെ തെളിവുകൾ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു കാഴ്ചപ്പാട്, ടീച്ചറുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഇതിന് നോക്കിക്കാണുന്നത്? കേരളത്തെ പറ്റി പൊതുവെയുള്ള ഒരു ധാരണ കേരളം രാഷ്ട്രീയമായി ഏറെ പ്രബുദ്ധതയുള്ള നാടാണ് എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ മുഴങ്ങി കേൾക്കാറുള്ള മുദ്രാവാക്യം മതമല്ല 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 പ്രശ്നം എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ നാൾവഴികളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട്. ഇവിടെ പറയുന്ന ഈ രാഷ്ട്രീയ പ്രബുദ്ധത എന്നതിന്റെ അടിസ്ഥാനം മതം തന്നെയാണ് എന്നുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്ന ചില അലങ്കാരങ്ങൾ മാത്രമാണ്. അതിന് പുറമെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ സോഷ്യലിസത്തെ പറ്റി പറയും, മതേതരത്വത്തെ പറ്റി പറയും, വികസനത്തെ പറ്റി പറയും. ഇതെല്ലാം നമ്മളൊരു ഭംഗി കൂട്ടാൻ ചെയ്യുന്ന ചില അലങ്കാര പണികൾക്കപ്പുറത്ത് ഒട്ടും ആത്മാർത്ഥതയില്ലാത്തതാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം, അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മതമാണ് എന്നുള്ളത്. അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെ കയ്യിലെടുക്കാം എന്നുള്ളതിലാണ് ആ തെരഞ്ഞെടുപ്പിൽ ഊന്നൽ കൊടുക്കുന്നത്. എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തെ കയ്യിലെടുക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അത് ലോക സമാധാനത്തിന്റെ ഭീഷണി തന്നെയാണ്. പക്ഷെ റഷ്യ ഉക്രൈൻ യുദ്ധമൊന്നും നമ്മുടെ ഇവിടെ ഓളങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പറയുമ്പോൾ ധാരാളം കുട്ടികൾ അവിടെ പഠിച്ചിരുന്നു, ഒക്കെ ശരിയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് വിഷയമൊന്നും ആയില്ല. പക്ഷെ നമുക്കറിയാം, ഗാസയാണെങ്കിലും ഇറാൻ ആണെങ്കിലും ഇവിടെ വിഷയമാണ്. കാരണം ആ വിഷയം അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നതും എല്ലാം ഈ ഇസ്ലാമിക സമൂഹത്തെ കയ്യിലെടുക്കുക എന്നതിന്റെ ഉദ്ദേശത്തിലാണ്. അപ്പോൾ അവർ വോട്ട് ചെയ്യുന്നത് അവരെ പിന്തുണയ്ക്കുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ അവരിൽ ഒരാളെ രാഷ്ട്രീയത്തിനപ്പുറമായിക്കൊണ്ട്, അത് മാർക്സിസ്റ്റ് ആകാം, കോൺഗ്രസ് ആകാം, ഏത് പാർട്ടിയിൽപ്പെട്ടതുമാകാം, രാഷ്ട്രീയത്തിന് അതീതമായി ആര് ജയിക്കണം എന്ന് അവർ തീരുമാനിക്കുമ്പോൾ അതില് മതം അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് കേരള പിറവി മുതൽക്ക് ഇങ്ങോട്ട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. ഒരു പക്ഷേ ഇത് പറയുമ്പോൾ അവര് ചില കണക്കുകളൊക്കെ കൊണ്ടുവരും. രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ, അതും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചില്ലേ, തിരുവരങ്ങാടിയിൽ AK ആന്റണി ജയിച്ചില്ലേ, അത് അവർക്ക് വ്യക്തമായി അവിടെ നിർത്തി ജയിപ്പിക്കണം എന്ന് അവരെടുത്ത തീരുമാനമാണ്. അത് ഒരു പക്ഷെ അവരുടെ രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് ആവശ്യമാണ് എന്നതുകൊണ്ട് അവര് തീരുമാനിച്ച് അത്തരത്തിൽ ജയിപ്പിച്ചെടുക്കുന്നത് ഒഴിച്ചാൽ ഒരു ശ്രീരാമകൃഷ്ണനോ ഒരു അര ശ്രീരാമകൃഷ്ണനോ അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഇതിനപ്പുറമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഇപ്പോ നല്ലൊരു ഉദാഹരണമാണ്. ഇപ്പൊ ഞാൻ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. കഴിഞ്ഞ 35 വർഷത്തിലധികമായിട്ട് പട്ടാമ്പിക്ക് ഒരു മുസ്ലിം MLA ഉള്ളൂ. അത് ഇടത്തുനിന്നാകാം വലത്തുനിന്നാകാം, രാഷ്ട്രീയം ഏത് എന്ന് പ്രശ്നമല്ല. പക്ഷെ ഒരു മുസ്ലിം MLA ഉള്ളൂ. കാരണം കഴിഞ്ഞ ഈ ഒരു അരനൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 4 പതിറ്റാണ്ടായി പട്ടാമ്പിയുടെ ജനസംഖ്യാ ഘടനയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഈ ജനസംഖ്യാ ഘടനയ്ക്ക് മാറ്റം വന്നപ്പോൾ ഒരുപാട് വിപ്ലവങ്ങളുടെയൊക്കെ മണ്ണാണിത്. ഒരുപാട് രാഷ്ട്രീയ പ്രബുദ്ധ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ജന്മം കൊടുത്ത EMS ഒക്കെ ജയിച്ച മണ്ഡലമാണ് പട്ടാമ്പി എന്ന് പറഞ്ഞാല്. പക്ഷേ അതുപോലെ തന്നെ EP ഗോപാലൻ, CPIയുടെ നേതാവായിരുന്ന EP ഗോപാലൻ, ഇവരൊക്കെ ജയിച്ച മണ്ഡലമാണ്. പക്ഷെ ഇന്ന് അവർക്ക് ആർക്കും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ധൈര്യം പോലും ഇല്ല. നിർത്തിയാൽ ജയിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായ ഉറപ്പുണ്ട്. 3 ടേം ഇവിടെ 3 പ്രാവശ്യം KE ഇസ്മായിൽ ജയിച്ചു. അതിനുശേഷം 3 പ്രാവശ്യം CP മുഹമ്മദ് ജയിച്ചു. അതിനുശേഷം ഇപ്പൊ ഇത് 2ാമത്തെ ഊഴമാണ് മുഹമ്മദ് മോഹ്സിൻ എന്നുള്ളത്. ഇത് നമ്മൾ ഇവിടെ ചുറ്റുമുള്ള മണ്ഡലങ്ങളൊക്കെ നോക്കിയാൽ ഇത് ഏറെക്കുറെ ഈ ഒരു ട്രെൻഡ് വ്യാപകമായി വരുന്നത് കാണാനുണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, ഇത് പാലക്കാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ദൃശ്യമാണ്. അപ്പോ മതം നോക്കി അവർ ആര് ജയിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. അവര് ഒരുപക്ഷെ ഇടത്തും വലത്തും നിൽക്കാൻ പല സംഘടനകളും ഉണ്ടാകും. ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു, ജമാഅത്തെ ഇസ്ലാമി ആവേശത്തോടു കൂടി UDF-നെ പിന്തുണച്ചപ്പോൾ മറ്റൊരു കൂട്ടർക്ക് അല്ലെങ്കിൽ ലീഗ് അവിടെ ഉണ്ട്. അപ്പൊ മറ്റു കൂട്ടർക്ക് ഏതെങ്കിലും ഒരു കഷ്ണം ഇല്ലാതെ INL മാത്രം പോരാ എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്ന പുതിയ സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കി. ഒരുപക്ഷെ PDP ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കുപ്പായം മാത്രമേ ഉള്ളൂ, അതിന്റെ ഉള്ളിലൊന്നും ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. PDP എന്നൊരു സംവിധാനം ഇല്ല. അത് വെറുതെ മദനയുടെ പേരും പറഞ്ഞ് പണം പിരിക്കാനുള്ള ഒരു സംവിധാനത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല ഇപ്പൊ PDP. ഇത് വ്യക്തമായി അറിയാൻ വേണ്ടിട്ട്, കാരണം നമ്മളെക്കാളൊക്കെ രാഷ്ട്രീയം അറിയാവുന്നവരാണ് CPM-കാര്. ഇത് വ്യക്തമായി അറിയാവുന്ന
നിൽക്കുന്നവരായിട്ടും PDP ഞങ്ങളുടെ കൂടെയാണ്, പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്ന പുതിയ സിദ്ധാന്തം, പുതിയ നിർവചനമൊക്കെ കൊടുത്ത് ഞങ്ങളുടെ കൂടി ആൾക്കാരുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആളുകൾ ഞങ്ങളുടെ കൂടി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആ കാണിക്കുന്നതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല എന്നതൊരു വാസ്തവമാണ്. കാരണം ഒരു പിന്നെ മുസ്ലിം ഭൂരിപക്ഷ നിലമ്പൂർ അങ്ങനെ ഒരു മൃഗീയ മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയാനില്ലേ, ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. മലപ്പുറം ജില്ലയിലെ മറ്റു പല മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര നമുക്ക് മുന്നോട്ട് പറയാനില്ല. എന്നിരുന്നാലും അവിടെയും ഒരു മുസ്ലിം നാമധാരി മാത്രമേ ജയിക്കുകയുള്ളൂ. കാരണം കോൺഗ്രസിൽ പോലും ആര് വേണം സ്ഥാനാർത്ഥി എന്നുള്ള തർക്കം കുറച്ചു നേരം നിന്നപ്പോൾ അത് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി വന്നതിന്റെ ഒരു ഘടകം ഇതാണ്. നിലമ്പൂർ നിയോജക ഇലക്ഷന് മറ്റൊരു തലവും കൂടിയാണ് കേട്ടോ. കാരണം ഇപ്പൊ നമുക്കറിയാം, സ്വരാജ് ഹിന്ദു നാമധാരിയാണെങ്കിലും ഇത്രയധികം ഹിന്ദുവിനെ അല്ലെങ്കിൽ അപമാനിച്ചിട്ടുള്ള മറ്റൊരു നേതാവില്ല എന്നതൊരു വസ്തുതയാണ്. കാരണം അങ്ങനെ ചെയ്താൽ ഇതുപോലെ ഒരു മണ്ഡലത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഇസ്ലാമിക വിഭാഗത്തിന്റെ പിന്തുണ കിട്ടുമോ എന്നുള്ള ഒരു ധാരണയിലായിരിക്കാം അദ്ദേഹം രാജ്യത്തെ കയറി ചൊറിഞ്ഞു. ഇപ്പൊ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രത്തെ കയറി ചൊറിഞ്ഞു. അതിനുശേഷം എപ്പോഴാണെങ്കിലും ഹിന്ദു സമൂഹത്തെ, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? പ്രത്യേകിച്ച് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഇസ്ലാമിക സമൂഹത്തിൽ, കാരണം ഒരു ഹിന്ദു നാമധാരിയാണെങ്കിലും ഇസ്ലാമിക സമൂഹത്തിന്റെ പിന്തുണ കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം സമുദായത്തെ ഇത്രയധികം മുറിവേൽപ്പിച്ചത്. പക്ഷെ എന്നിട്ടും കാര്യം ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ നിലമ്പൂർ ഇലക്ഷനിൽ നിന്ന് കണ്ടു. ഇത് കേരളത്തിലെ നമുക്ക് ഇപ്പൊ 2047 ഇന്ത്യ ഭരിക്കും എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു സ്വപ്നം അവർ വെക്കുന്നുണ്ട്. 2035 കേരളം എന്നൊരു, എനിക്ക് തോന്നുന്നു 35-ലേക്കൊന്നും പോകേണ്ടി വരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ മട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് അവർ വിചാരിച്ച സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിക്കും. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളാണെങ്കിൽ അവർ മതേതരത്വം മാത്രമേ ചിന്തിക്കുള്ളൂ, അവർ രാഷ്ട്രീയമേ ചിന്തിക്കുള്ളൂ. അവിടെയും കയറി അവർക്ക് ഏത് സ്ഥാനാർത്ഥിയെയും ജയിപ്പിക്കാൻ സാധിക്കും. ഒരു ഹിന്ദു രാഷ്ട്രീയത്തിനപ്പുറം ഒരിക്കലും മതത്തെപ്പറ്റി ചിന്തിക്കില്ല. സ്വന്തം രാഷ്ട്രീയമാണ്, അത് പാരമ്പര്യ സ്വത്ത് പോലെ മുറുകെ പിടിക്കുന്നവനാണ് ഹിന്ദു. അപ്പൊ അവര് മതം നോക്കുകയുമില്ല, മറ്റുള്ളവർ മതം നോക്കുകയും ചെയ്യുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ പോലും, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളാണെങ്കിൽ പോലും അവിടെ ന്യൂനപക്ഷത്തെ ജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതിപ്പോ ഗുരുവായൂരാകാം, മറ്റെവിടെയുമാകാം. അത്തരം മണ്ഡലങ്ങളിലൊക്കെ കാലങ്ങളായി അവരൊക്കെ ജയിച്ചു വരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം വളരെ കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ഒരു തങ്ങൾക്ക് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ സ്വന്തം രാജ്യം വേണം എന്നുള്ളത് അത് മതപരമായി തന്നെ അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ബാധ്യതയാണ്. ഇന്ത്യ വിഭജിച്ചതാണെങ്കിലും ഒക്കെ ആ രൂപത്തിലാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷമായാൽ തങ്ങൾക്കായി ഒരു രാഷ്ട്രം വേണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആത്മീയമായ കാര്യങ്ങളെക്കാൾ ഉപരി രാഷ്ട്രീയമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളുമാണ് മതവിശ്വാസം എന്നതിന്റെ പേരിൽ അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവര് മനസ്സിലാക്കിയ കാര്യങ്ങൾ. നമ്മളൊക്കെ ഒരു പക്ഷെ ധർമാർത്ഥ കാമ മോക്ഷം എന്നൊക്കെ പറഞ്ഞ അത്തരം ആത്മീയതയൊക്കെ പറ്റി, എന്താ ജീവിത ലക്ഷ്യം എന്നൊക്കെ പറയും, അതിനെയൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ആരാധന നിറവേറ്റപ്പെടെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രസംഗം നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ കേട്ടതാണ്. അതായത് ആരാധനകൾ പൂർണ്ണമാകണമെങ്കിൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നിന്നാലേ ആരാധന പൂർണ്ണമാകുള്ളൂ. 5 നേരം നിസ്കരിച്ചതുകൊണ്ട് കാര്യമില്ല, റംസാനിൽ നോമ്പെടുത്തുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ സക്കാത്ത് കൊടുത്തത് കൊണ്ടോ മറ്റേ ഹജ്ജിന് പോയത് കൊണ്ടോ പഞ്ചസ്തംഭങ്ങൾ, അതാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ, ഇത് 5 അനുസരിച്ചു എന്നതുകൊണ്ട് മാത്രം അവര് ഗുഡ് ബുക്കിൽ പെടില്ല. ആ ആരാധനകൾ ഇതൊക്കെ ചെയ്തത് ഫലിക്കണമെങ്കിൽ ആ ചെയ്യുന്നത് ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിലായിരിക്കണം ചെയ്യേണ്ടത്. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പാകിസ്ഥാനിൽ പ്രസംഗിച്ചതല്ല, മലയാളിയായ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് കേരളത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ചാണ്. ഇനി നമുക്ക് എന്താ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്? അപ്പൊ അത് അവരുടെ മതപരമായ ബാധ്യതയാണ്. തങ്ങളുടെ ജനപ്രതിനിധികളാകട്ടെ, തങ്ങളെ ഭരിക്കുന്നവരാകട്ടെ, അത് തങ്ങളുടെ മതത്തിൽ ഉൾപ്പെട്ടവരാകണം എന്നുള്ളത് മതപരമായി ഒരുപക്ഷെ കുട്ടിക്കാലത്ത് മതം പഠിക്കുമ്പോൾ തൊട്ട് അവർ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതനുസരിച്ച് അവർ വോട്ട് ചെയ്യുള്ളൂ, അത് എവിടെയാണെങ്കിലും. നമുക്ക് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ആ വിഷയത്തില്. കാരണം അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടും കാര്യമില്ല, ജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഇടതും വലതും എല്ലാം ഒന്നായിക്കൊണ്ട് ഏത് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്ന് അവര് വിചാരിക്കുന്നു. അപ്പോ സ്ഥാനാർത്ഥി ജയിച്ചത്, ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കാം. പക്ഷെ അവിടെ കോൺഗ്രസിന് ആ വിജയത്തിൽ എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളത് ആത്മപരിശോധന നടത്തുന്നുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിന്റെ ഒരു വോട്ട് കൊണ്ടോ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയമായ ദൃഢത കൊണ്ടോ ഒന്നുമല്ല അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചിട്ടുള്ളത് എന്ന് നമ്മളെക്കാൾ നന്നായിട്ട് കോൺഗ്രസ്സുകാർക്കായിരിക്കും അറിയാം എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നാടിന്റെ വികസനത്തെ പറ്റി ചിന്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മതം നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതി എന്നുള്ളിടത്തേക്ക് കേരളം അത് അടിവരയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന് തന്നെ ഒരു മോചനം കേരളത്തിന് സാധ്യമാകും എന്ന് തോന്നുന്നു. ടീച്ചറിപ്പോ 140ഓളം നിയോജക മണ്ഡലങ്ങളുണ്ട്, അതിൽ കുറവൊന്നും വരുന്നില്ല. പക്ഷെ തിരുവിതാംകൂറിനെ സംബന്ധിച്ച് തിരുവിതാംകൂറിലെ അതിർത്തി നിർണ്ണയിക്കുമ്പോൾ തിരുവിതാംകൂറിൽ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ആറന്മുള, പന്തളം, കല്ലൂപ്പാറ ഇത്തരത്തിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഇല്ലാതാവുകയും
തിരിച്ച് മലബാർ മേഖലയിലേക്ക് വരുമ്പോൾ താനൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പുതിയ പുതിയ മണ്ഡലങ്ങൾ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിയമസഭയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മുസ്ലിം നാമധാരികളായ MLA മാരായിരിക്കും. ഇങ്ങനെ ഒരു സത്യത്തിൽ ഇത്തരത്തിലൊരു ചർച്ച തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. എന്ത് പറയുന്നു ടീച്ചർ? ഇത് നമുക്കറിയാം, ഇപ്പോ മണ്ഡല പുനർനിർണയം കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയിച്ചപ്പോ തിരുവിതാംകൂറിന് 6 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു. ആ 6 മണ്ഡലം കിട്ടിയത് മലബാർ മേഖലയിലാണ്. മലപ്പുറത്തിനും കോഴിക്കോടിനുമായിട്ടാണ്. 4 മണ്ഡലം കിട്ടിയത് മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായിട്ടാണ്. അപ്പൊ 6 മണ്ഡലങ്ങൾ തിരുവിതാംകൂർ ഭാഗത്ത് നഷ്ടപ്പെടുകയും 2 മണ്ഡലങ്ങൾ മറ്റേ ആ 6 മണ്ഡലങ്ങൾ മലബാർ മേഖലയിൽ കിട്ടുകയും ചെയ്തു. അപ്പൊ ആ മണ്ഡല പുനർനിർണയ സമയത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും മണ്ഡലങ്ങൾ പുനർനിർണയിക്കരുത് എന്ന് പറഞ്ഞില്ല. എന്നാൽ പാർലമെന്ററി നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയിക്കണം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ തീരുമാനപ്രകാരം പാർലമെന്ററി നിയോജക മണ്ഡലങ്ങൾ ജനസംഖ്യ ആനുപാതികമായിട്ട് പുനർനിർണയിക്കണം എന്ന് വന്നപ്പോൾ ഇവരൊക്കെ നഖശിഖാന്തം എതിർക്കുന്നു. കേരളത്തിലെ നിയോജക മണ്ഡല പുനർനിർണയം ജനസംഖ്യാടിസ്ഥാനത്തിൽ വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം അതിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. കാരണം അത് സ്വീകരിക്കാനുള്ള കാരണം ഇതാണ്, നഷ്ടം തിരുവിതാംകൂറിന് സംഭവിക്കുകയും ആ നേട്ടം മുഴുവൻ മലബാറിൽ വരികയും ചെയ്യുമ്പോൾ, മലബാർ തിരുവിതാംകൂർ എന്നുള്ള വേർതിരിവല്ല അവിടെ, അത് വരാൻ പോകുന്നത് ആ മണ്ഡലങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, ആ 6 മണ്ഡലങ്ങളിൽ നിന്ന് മുസ്ലിം MLA മാരാണ് വരുന്നത്. തിരുവിതാംകൂറിൽ നിന്ന് വന്ന് ഇവിടെ മലബാറിൽ കിട്ടിയിട്ടുള്ള 6 നിയോജക മണ്ഡലങ്ങളിലും ജയിച്ചു വരുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുസ്ലിം MLA മാർ. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു ചെറിയ അനക്കം പോലും, ഒരു ഓളം പോലും ഉണ്ടായില്ല മണ്ഡല പുനർനിർണയ സമയത്ത്. എന്നാൽ പാർലമെന്ററി നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്നതിനെതിരെ ഇവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കം വലിയ വാളോങ്ങി. അങ്ങനെ അത് ഫാസിസമാണ് എന്നൊക്കെ അങ്ങനെ ഒരു എളുപ്പവാദം ഉണ്ടല്ലോ, ഇതിനെ നിർണ്ണയിക്കാൻ ഒരു ഫാസിസം എന്നൊരു വാക്കെടുത്താൽ വളരെ എളുപ്പമുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പാർലമെന്ററി നിയോജക മണ്ഡലങ്ങൾ ജനസംഖ്യ ആനുപാതികമായി പുനർനിർണയിക്കുന്നതിനെ അവർ എതിർക്കുന്നു. കാരണം അങ്ങനെ വരുമ്പോൾ അവർക്കറിയാം, വ്യക്തമായിട്ടറിയാം, ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ കൂടുതൽ നിയോജക മണ്ഡലങ്ങൾ വരും. അത്ര ജനസംഖ്യാപരമായി നിൽക്കാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ കുറവ് വന്നേക്കാം. അപ്പൊ അവിടെ നഷ്ടം സംഭവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ പാർലമെന്ററി നിയോജക മണ്ഡലങ്ങൾ അവര് പുനർനിർണയിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ പുനർനിർണയം ഇപ്പോഴത്തെ ജനസംഖ്യാ കണക്കുകൾ നോക്കിയാൽ, 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ കണക്ക് നോക്കിയാൽ ഒരു 3 വർഷം മുമ്പേ കൃത്യമായ കണക്കുകൾ മാതൃഭൂമി പുറത്തുവിട്ടിരുന്നു. അതനുസരിച്ച് തിരുവിതാംകൂറിലെ 5 ജില്ലകൾ, ആ 5 ജില്ലകളിൽ 1ാം ക്ലാസ്സിൽ ആകെ ചേർന്ന, അതൊന്നും നോക്കണ്ട, 1ാം ക്ലാസ്സിൽ ആകെ ചേർന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് മലപ്പുറം എന്ന ഒറ്റ ജില്ലയിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികൾ. അതൊന്നും തിരിച്ചല്ല അവർ പറയുന്നത്. 5 ജില്ലകൾ, തിരുവനന്തപുരം മുതൽക്കുള്ള 5 ജില്ലകളുടെ ആകെ കൂട്ടിയാൽ, അത് മൊത്തം കൂട്ടിയാൽ അതിനേക്കാൾ കൂടുതലാണ് മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള 1ാം ക്ലാസ്സിലെ അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നത്. തൊട്ട് പിന്നിൽ നിൽക്കുന്നത് കോഴിക്കോടാണ്. അപ്പോ വീണ്ടും ഒരു പുനർനിർണയം നടന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ 5 ജില്ലകൾക്ക് നഷ്ടം സംഭവിക്കുകയും ഈ 2 ജില്ലകളായിട്ട്, ഈ 2 ജില്ലകൾ ഒരുപക്ഷെ കാസർഗോഡ് പോലുള്ള ജില്ലയൊക്കെ ഇത് കൂടുതൽ കരസ്ഥമാക്കുകയും ചെയ്യും. അപ്പോ ശരിക്കും പറഞ്ഞാൽ അതിലൊരു ഈക്വിലിബ്രിയം തെറ്റിപ്പോകും. ഇങ്ങനെയൊക്കെ തന്നെയാണ് അവര് പിന്നെ കേരളത്തിന്റെ ഭരണം, അല്ലെങ്കിൽ കേരളത്തെ ഭരണം പിടിച്ചെടുക്കുക എന്നതിലപ്പുറം ഒരു വിഘടനവാദത്തിന്റെ ഒരു സ്വരം കൂടി മുഴക്കാൻ അധിക കാലമൊന്നുമില്ല. ഇപ്പൊ പറയുന്നത് ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണെങ്കിലും അങ്ങനെ ഭരണം മാത്രം പിടിച്ചെടുത്ത ഒരു അനുഭവം അവർക്ക് എവിടെയില്ല. പിന്നീട് വരിക വിഘടനവാദമാണ്. ഇപ്പോ മുസ്ലിം ലീഗിന് പിന്നെ ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇടക്കാല സർക്കാരിൽ തന്നെ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പല അല്ലെങ്കിൽ പ്രവിശ്യകൾ അവർക്ക് ഭരിക്കാനോ അല്ലെങ്കിൽ കൂട്ടുചേർന്ന് ഭരിക്കാനും ഒക്കെ സാധിച്ചിരുന്നു. അപ്പൊ ഭരണത്തിൽ പങ്കാളിത്തം ഇല്ലാത്തത് കൊണ്ടല്ല പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് പോയത്. ഇന്ന് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഭരണകർത്താക്കളെ കിട്ടുകയോ മാത്രം ചെയ്താൽ പോരാ, ജനപ്രതിനിധികളെ കിട്ടുകയോ ചെയ്താൽ പോരാ, അവർക്ക് അവരുടേതായ രാഷ്ട്രം വേണം എന്നുള്ളതിലേക്കാണ് അത് പോവുക. അപ്പൊ സ്വാഭാവികമായി അത് അടുത്ത് വരാൻ പോകുന്നത് വിഘടനവാദത്തിന്റെ സ്വരമാണ്. അപ്പോ ഈ ജനസംഖ്യമായ ഈ ഒരു സന്തുലനം തെറ്റുന്നത് വളരെ ഗൗരവമായി തന്നെ കേരളം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മള് പലപ്പോഴും പിന്നെ അത്ര പ്രാധാന്യമില്ലാത്ത പല വിഷയങ്ങളും മതത്തിന്റെ പേരിലൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഗൗരവമായി ചർച്ച ചെയ്യുന്നില്ല. ഇത് വളരെ സ്ഫോടനാത്മകമായ ജനസംഖ്യാ സ്ഫോടനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ജനസംഖ്യയുടെ എണ്ണത്തിൽ മാത്രമല്ല, ബാക്കി പല കാര്യങ്ങളിലും സാമൂഹ്യവും രാഷ്ട്രീയവും എല്ലാമായ കാര്യങ്ങളിലേക്ക് സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം അമിതമായ ചില ഭാഗങ്ങളിൽ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് ഈ രാഷ്ട്രീയത്തെ ലക്ഷ്യമാക്കി തന്നെയാണ്. കാരണം അവരുടെ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു സ്ഥാനാർത്ഥി, അവരാര് ജയിക്കണമെന്ന് അവർ തീരുമാനിച്ചാൽ അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കത്തക്ക വിധത്തിൽ ഒന്നിച്ചു നിൽക്കാനുള്ള കഴിവ് അവർക്കുണ്ട്, അല്ലെങ്കിൽ അവർ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അതനുസരിച്ച് മണ്ഡലങ്ങൾ പുനർനിർണയിക്കപ്പെട്ട് ഇനിയും മണ്ഡലങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക് വന്നാൽ
അത് കേരളത്തിനെ നമ്മൾ ഇതുവരെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ പല മൂല്യങ്ങളുടെയും അവസാനത്തിലായിരിക്കും ചെന്ന് പറ്റും. ടീച്ചർ എന്തായാലും വ്യക്തമാണ്, പ്രേക്ഷകർക്ക് വ്യക്തമായി ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഈ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, അതുപോലെ തന്നെ ഇപ്പൊ ഈ മണ്ഡലങ്ങളുടെ കാര്യങ്ങളിലും പുതിയൊരു ജിഹാദിസം ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടീച്ചർ നന്ദി, ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്.